വിജയ് സേതുപതിയുടെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സീരീസാണ് മുത്തു ഏലിയാസ് കാട്ടാൻ. പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് കണ്ടത്. പക്ഷെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. ഇതിൻ്റെ ടെക്നീഷ്യൻസ് നോക്കിയപ്പോഴാണ് ഡയറക്ടേഴ്സ് വന്നിട്ട് ബി അജിത് കുമാർ ആൻഡ് എം മണികണ്ഠൻ. ഇതിൽ ബി അജിത് കുമാർ മലയാളിയാണ്. അദ്ദേഹമാണ് അന്നയും റസൂലും കമ്മട്ടിപ്പാടം ഇതിൻ്റെയൊക്കെ എഡിറ്റർ. വർത്ത് മെൻഷനിങ് ആണ്. അത്രയ്ക്ക് നല്ലൊരു വർക്കാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് സ്ക്രിപ്റ്റും ഇവർ തന്നെയാണ്. വിജയ് സേതുപതി പ്രൊഡക്ഷൻസ് തന്നെയാണ് സീരീസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 27 ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത്. 10 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. 10 എപ്പിസോഡ് ഉണ്ടെങ്കിലും തീരെ ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് അവസാനത്തെ 1-2 എപ്പിസോഡിൽ കുറച്ച് ലാഗ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും സ്ക്രിപ്റ്റിൻ്റെ ലാഗ് അല്ല. നമുക്ക് അവസാനം എന്താണ് ഉണ്ടാവാൻ പോണേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടായ ഒരു ലാഗ് മാത്രമായിരുന്നു ആ ഒരു അവസാനത്തെ 1-2 എപ്പിസോഡിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതർവൈസ് വളരെ എൻഗേജിങ് ആയിട്ട് പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന ഒരു സീരീസ് ആയിരുന്നു. സീരീസിൻ്റെ ജോണർ ഒരു ക്രൈം ത്രില്ലറാണ്. പൊതുവെ ക്രൈം ത്രില്ലേഴ്സ് എല്ലാം ഒരു സീരിയസ് മൂഡായിരിക്കും മൊത്തത്തിൽ പിടിക്കുക. പക്ഷെ ഈ ഒരു സീരീസിൽ അതിന് വ്യത്യസ്തമായി എല്ലാ ഇമോഷൻസും ഉണ്ട്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മൂഡുണ്ട്. മൊത്തത്തിൽ എല്ലാ ഇമോഷൻസും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല എൻഗേജിങ് ആയിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാനായിട്ട് സീരീസിന് സാധിക്കുന്നുണ്ട്. പൊതുവെ 10 എപ്പിസോഡ്സ് ഉള്ളപ്പം ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിന് സീരീസ് കണ്ടു തീർക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് പ്രേക്ഷകർക്കും ഉണ്ടാവും. റൊമാൻസും കോമഡിയും ഒക്കെ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഒരു ഹോളിഡേ ടൈം ആണല്ലോ, അപ്പം ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഒരു OTT സിനിമ കാണാനുള്ള പ്ലാൻ ആണെങ്കിൽ ഇത് അത്ര നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല. ഇത് മേ ബി കപ്പിളായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോ ഒക്കെ കാണാൻ പറ്റിയ ആസ് എ സീരീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല ഒരു സ്റ്റോറി ലൈനുള്ള ഒരു സീരീസാണ്. അറ്റുപോയൊരു തല ഒരു സ്ഥലത്തുനിന്ന് പോലീസുകാർക്ക് കിട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരുടെ തലയാണ്, എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ ബാക്കി ബോഡി പാർട്സ് എവിടെയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണമാണ് ശരിക്കും ഈ സിനിമയിലുടനീളം. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ വിജയ് സേതുപതിയുടെ തലയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ മിക്കവാറും വളരെ റഫായിട്ടും സീരിയസ് ആയിട്ടുമാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലേക്ക് ഈ റൊമാൻസും കോമഡിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് ശരിക്കും ഈ സീരീസ് അത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. പൊതുവെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ്, അതും തമിഴിലുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എനിക്ക് അത്ര താല്പര്യമില്ല കാണാൻ. മോസ്റ്റ്ലി ബിക്കോസ് തമിഴ് പോലീസിന് എപ്പോഴും വളരെ ബ്രൂട്ടലായിട്ടായിരിക്കും പോർട്രേറ്റ് ഉണ്ടാവുക. അവർ ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്തവരായിട്ടും വളരെ ക്രൂവലായിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും മിക്കവാറും എല്ലാ സിനിമയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിനിമ കാണാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ഒരു ഗ്രാമപ്രദേശത്ത് വലിയ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത ഒരു പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത, പോലീസുകാരാണെങ്കിലും വളരെ ചില്ലായിട്ട് ക്യാരംസും കളിച്ച് ആട് വളർത്തി അങ്ങനെ പോകുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. അങ്ങനത്തെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം അവർ അന്വേഷിക്കുമ്പോൾ അത് കോമഡി ആക്കി കളയും. അത്ര വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും അന്വേഷിക്കുക. അത്ര സീരിയസ്നെസ് ഇതിന് കൊടുക്കില്ല എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. വളരെ ഇംപ്രസീവായിട്ടാണ് ആ ഒരു പോലീസുകാരുടെ ആ ഒരു അന്വേഷണം വളരെ ഇംപ്രസീവായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കേരളത്തിലേക്കും വരുന്നുണ്ട്. അപ്പം കഥ മൊത്തത്തിൽ നടക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാണ്. കേരളത്തിലെ സീനിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ മലയാളി ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ മലയാളി ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാവരുടെയും അസാധ്യമായിട്ടുള്ളൊരു അഭിനയമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് വിജയ് സേതുപതിയുടെ തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്ക് ഒറ്റയടിക്ക് തോന്നുമ്പോൾ ഒരു ഗുണ്ട ഫീച്ചേഴ്സാണ് കൂടുതൽ ഉള്ളതെങ്കിലും ഒരൊറ്റ ചിരിയിലൂടെ തന്നെ റൊമാൻസും കോമഡിയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഈ സീരീസിന് ആപ്റ്റായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു സിനിമയിലെ ബെസ്റ്റ് കാസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ 1997 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങൾ, ആ ഒരു 20 വർഷം കാണിക്കുന്നുണ്ട് പല പല സമയത്തായിട്ട്. പൊതുവെ അങ്ങനെ കാണിക്കുമ്പം നമ്മൾ ഈ ഡേറ്റഡ് ആയിട്ടാണല്ലോ സീൻ കാണിക്കുക. അപ്പം നമുക്ക് കൺഫ്യൂഷൻസ് ഇടയ്ക്ക് വരാറുണ്ട്. ഒരുപാട് ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും പ്രേക്ഷകൻ അതൊരു കൺഫ്യൂഷൻ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ കറക്റ്റായിട്ടാണ് ഈ ഓരോ ഇയറും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ആ ഒരു കാലഘട്ടത്തിൻ്റെ കൺഫ്യൂഷൻസ് ഒന്നും പ്രേക്ഷകനിൽ ഉണ്ടാവുന്നില്ല. അത് സത്യത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡയറക്ഷൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും സ്ട്രെങ്ത് ആണ്. അതുകൊണ്ടാണ് അത് വർത്ത് മെൻഷനിങ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. സീരീസിൻ്റെ എൻഡിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല സീരീസ് എൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പാർട്ട് 2 ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവരത് അങ്ങനെ എൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ, ഈ ഒരു പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ഒരു സമയത്ത് നിങ്ങൾ സിനിമ അല്ലെങ്കിൽ സീരീസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് മുത്തു ഏലിയാസ് കാട്ടാൻ.